ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. റെസ്ക്യൂ ബോട്ടിൻ്റെ ലോവറിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഷിപ്പിൽ നിന്നും ആരെങ്കിലും വെള്ളത്തിൽ വീണ് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വെള്ളത്തിൽ വീണ് കിടക്കുന്ന കണ്ടാലോ ക്രൂവോ പാസഞ്ചറോ ഒക്കെ വെള്ളത്തിൽ വീണ് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ നമുക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ബോട്ടാണ് റെസ്ക്യൂ ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ആരെങ്കിലും വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ അവർക്കൊരു ലൈഫ് ബോയ് ഇട്ട് കൊടുക്കും, അങ്ങനെ രക്ഷിക്കാൻ നോക്കും. അതിനുശേഷം നമ്മൾ എല്ലാവരെയും ഇൻഫോം ചെയ്ത് നമ്മൾ ഈ ഒരു റെസ്ക്യൂ ബോട്ട് ഇറക്കി അവരെ രക്ഷിക്കുകയാണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ബോട്ടാണ് ഈ ഒരു റെസ്ക്യൂ ബോട്ട് എന്ന് പറയുന്നത്. ലൈഫ് ബോട്ടും റെസ്ക്യൂ ബോട്ടും രണ്ടാണ്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മളുടെ റെസ്ക്യൂ ബോട്ടിൻ്റെ ലോവറിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ റെസ്ക്യൂ ബോട്ട് ലോവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാഡർ ഇട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇറങ്ങുകയും അതിനുശേഷം ഈ ഒരു ബോട്ട് നമ്മൾ ഓടിച്ചു നോക്കാനാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് വളരെ കൃത്യമായിട്ട് വെള്ളത്തിൽ ലോവറായിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടിൽ കയറിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും ഷിപ്പ് സൈഡിലേക്ക്, അല്ലെങ്കിൽ ഇത് വേറെ എങ്ങനെയെങ്കിലും പോയാലോ നമുക്ക് ഇറങ്ങാനും വളരെ കൃത്യമായിട്ട് പറ്റത്തില്ല. ആ രണ്ട് കയറിന് പറയുന്ന പേരാണ് പെയിൻറ്റർ ലൈൻസ്. ഇത് നമ്മൾ ഷിപ്പിലേക്ക് നല്ല വലിച്ചങ്ങ് കെട്ടും. അപ്പോൾ ഈ ഒരു ബോട്ട് നമ്മുടെ ഷിപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ചെറിയ നമുക്ക് ലാഡറുണ്ട്, ലാഡർ വഴിയാണ് ഇറങ്ങുന്നത്. എംബാർക്കേഷൻ ലാഡർ, പൈലറ്റ് ലാഡർ, അങ്ങനെ ഒരുപാട് ലാഡേഴ്സ് ഉണ്ട് ഷിപ്പിൽ. അപ്പോൾ അതുപോലത്തെ ഒരു ലാഡർ നമ്മൾ ടെമ്പററി ആയിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഇറങ്ങുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര ഈസി അല്ല ഇത് ഇറങ്ങാൻ, കുറച്ച് പാടാണ് നമുക്ക് ഈ ഒരു ലാഡറിൽ കൂടി ഇറങ്ങാൻ. അപ്പോൾ നമ്മളൊക്കെ ഇറങ്ങി ഇരുന്നു വളരെ സേഫായിട്ട് നമ്മൾ പെയിൻറ്റർ ലൈൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ ആ കയറില്ലേ ഷിപ്പ് സൈഡിലേക്ക് വലിച്ചു വെച്ച കയർ, ആ കയർ ഇപ്പോൾ നമ്മൾ അഴിച്ചു, രണ്ട് കയറും നമ്മൾ അഴിച്ചു. അതിനാണ് പെയിൻറ്റർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ മൂവ് ചെയ്യുകയാണ്. നമ്മളുടെ ചീഫ് ഓഫീസറാണ് നമ്മളുടെ കൂടെ ഉള്ളത്. തേർഡ് എൻജിൻ സൈഡിൽ നിന്ന് ഞാനും ഒരു ഡെക്ക് ക്രൂവും ഒരു ചീഫ് ഓഫീസറുമാണ്. നമ്മൾ 3 പേരാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് മാനോവറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോട്ട് വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ട്, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് നല്ല വെതറാണ്, അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പോർട്ടിൻ്റെ ഉള്ളിലാണ്, പോർട്ടിൻ്റെ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ബോട്ട് ഓക്കെ ആണോ, അതുപോലെ തന്നെ നമ്മളുടെ എൻജിൻ ഓക്കെ ആണോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമുക്കൊരു പ്രാക്ടീസും ആവും. വെക്കുന്ന ഒരു എമർജൻസി വന്നു കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഡ്രില്ല് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാ മാസവും ചെയ്യേണ്ടതാണ്. നമുക്ക് സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ 3 മാസത്തിലൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ബോട്ടൊക്കെ വളരെ കൃത്യമായിട്ട് ഓടിച്ചെത്തി അതിനുശേഷം നമ്മൾ തിരിച്ച് ഷിപ്പ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ബോട്ട് നമുക്ക് സെക്യൂർ ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് ആ പെയിൻറ്റർ ലൈൻ കെട്ടും. അപ്പോൾ ഷിപ്പ് സൈഡിലേക്ക് നമ്മൾ അടുത്ത് വരും. അതിനുശേഷം നമുക്ക് ഹുക്ക് ഇട്ടിട്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള ഡേവിഡ് ഉണ്ട്. ഡേവിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിച്ച് കയറ്റാൻ വേണ്ടിയുള്ള ക്രെയിൻ പോലത്തെയുള്ള സാധനം നമുക്ക് അവിടെ കാണാം. ആ ഒരു ഹുക്ക് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇടും. അതിനുശേഷം നമുക്ക് അവിടെ ലാഡർ കാണാം. ആ ലാഡർ വഴിയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ പെയിൻറ്റർ ലൈനാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പെയിൻറ്റർ ലൈൻ നമ്മൾ കെട്ടി ഷിപ്പ് സൈഡിലേക്ക് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോട്ട് സെക്യൂർ ആവും. അതിനുശേഷം നമുക്ക് ഈ ഹുക്ക് ഇട്ടിട്ട് നമുക്ക് ഷിപ്പിലേക്ക് കയറിയിട്ട് നമുക്കിത് പൊക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയുമാണ് പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വീൺ ബേബി സൈനിങ് ഔട്ട്.